നമസ്കാരം. ബി.ജെ.പി. തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റ്, ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി, പൂജപ്പുര കൗൺസിലർ വി രാജേഷിനെ ഒരു പരിചയത്തിൻ്റെ മുഖവരയുടെ ആവശ്യം ജനങ്ങൾക്കില്ല. അദ്ദേഹം കൊടുങ്ങാനൂർ വാർഡിൽ മത്സരിക്കുകയാണ്. കൊടുങ്ങാനൂർ വാർഡ് ബി.ജെ.പിയുടെ കയ്യിലാണ്. അപ്പം ഇത് നിലനിർത്തുക എന്നതാണ് ബി.ജെ.പിയുടെ നിയോഗം. അതാണോ രാജേഷേട്ടൻ്റെ നിയോഗം? ഈ വാർഡ് നിലനിർത്തുക, അതോടൊപ്പം തന്നെ പരമാവധി സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കുക, കോർപ്പറേഷനിലെ ഭരണത്തിലെത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം, പാർട്ടിയുടെ ലക്ഷ്യം, ഓരോ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തകരുടെയും ലക്ഷ്യം. ആ ഒരു കൂട്ടായ്മയായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. കോർപ്പറേഷൻ പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബി.ജെ.പി. ഇങ്ങനെ വികസിത അനന്തപുരിയാണ് ആശയമാണ് മുന്നിൽ കാണിക്കുന്നത്. അപ്പം അത് തന്നെയാണോ ഇവിടെ വോട്ട് ചോദിക്കുമ്പോൾ ജനങ്ങളോട് പറയുന്നത്? ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത് കോർപ്പറേഷനിലെ 45 വർഷത്തെ ദുർഭരണം, അതായത് ഒരു ദുരന്ത ഭൂമിയാക്കി തിരുവനന്തപുരത്തെ മാറ്റിയ LDFന് ശക്തമായൊരു തിരിച്ചടി കൊടുക്കുകയും പ്രതീക്ഷ നൽകുന്ന, നാടിനെ മുന്നോട്ട് നയിക്കുവാൻ പ്രതീക്ഷ നൽകുന്ന ഒരു ഭരണസമിതി അധികാരത്തിലേറ്റുകയും ചെയ്യുക, അത് BJPയിലൂടെ മാത്രമാണ് സാധിക്കുന്നത് എന്നുള്ള ബോധ്യം ജനങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമായിട്ടാണ് കഴിഞ്ഞ 5 വർഷം പ്രവർത്തിച്ചത്. അപ്പോൾ ആ ആത്മവിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുമ്പോൾ ജനങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായിട്ടാണ് ചിന്തിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ കോർപ്പറേഷനിലെ ഓരോ തൂണിലും തുരുമ്പിലും മണ്ണിലും വിണ്ണിലുമൊക്കെ BJP ഉണ്ട്, BJPയുടെ പ്രതിനിധികളുണ്ട്, പ്രവർത്തകരുണ്ട്. നല്ല കാര്യങ്ങളെയൊക്കെ തന്നെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പിന്തുണയ്ക്കുകയും കോർപ്പറേഷൻ ഭരണസമിതിയുടെ എല്ലാ തെറ്റായ കാര്യങ്ങൾക്കെതിരെ ഞങ്ങൾ ജീവൻ മരണ പോരാട്ടം നടത്തിയ ഒരു ചരിത്രം ജനങ്ങളുടെ മനസ്സിൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. അപ്പോൾ ഇനിയുള്ള 7 ദിവസമൊക്കെ ഞങ്ങൾക്ക് ധാരാളമാണ്. കാരണം ജനമനസ്സുകളിൽ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു മാറ്റം ആവശ്യമാണ്, അത് BJPയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ശബരിനാഥിൻ്റെ സ്ഥാനത്ത് അത് BJPക്ക് ഒരു വെല്ലുവിളിയാമോ? 8 സീറ്റുള്ള കോൺഗ്രസിന് എങ്ങനെയാണ് മേയറെ സൃഷ്ടിക്കാൻ സാധിക്കുന്നത്? അവർക്ക് പണ്ടൊരു കാലഘട്ടത്തിൽ 42 കൗൺസിലർമാർ ഉണ്ടായിരുന്നു. അന്ന് അവർ നല്ലൊരു പ്രതിപക്ഷമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ജനങ്ങൾ ഒരു പക്ഷേ അവർക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട റിസൾട്ട് കൊടുത്തേനെ. എന്നാൽ അന്ന് അവർ CPMമായി അഡ്ജസ്റ്റ് ചെയ്ത് CPMൻ്റെ എല്ലാ അഴിമതികളോടും ഒത്തുതീർപ്പും സത്യസംഭാഷണവും നടത്തിയത് കൊണ്ട് തന്നെ ജനങ്ങൾ അവരെ മൂലക്കിരുത്തി 8 സീറ്റാക്കി. അതുകൊണ്ട് അവർക്ക് പറയുന്നതെന്തും പറയാം, പക്ഷേ അവർക്ക് യാതൊരു കാരണവശാലും മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന് മാത്രമല്ല, ചില സീറ്റുകൾ നഷ്ടപ്പെടും. അവരേതെങ്കിലും ഒരു സീറ്റൊക്കെ പുതിയതായിട്ട് പിടിച്ചാൽ അത് BJPയുടെ ഒരു സീറ്റ് അവർക്ക് പിടിക്കാൻ സാധിക്കില്ല. എന്തെങ്കിലും പിടിച്ചാൽ തന്നെ LDFൻ്റെ സീറ്റ് പിടിക്കാൻ സാധിക്കുള്ളൂ. എന്തായാലും ഭരണത്തിൽ വരാൻ പോകുന്നത് BJPയാണ്. BJP ആയിരിക്കണമെന്ന് ജനങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ മുന്നിലുള്ളൂ. വളരെ ശക്തമായ പ്രചരണവുമായി BJP ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.